ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഞങ്ങൾ കൊണ്ട വെയിലിനും മഴയ്ക്കും കാലം മറുപടി നൽകുമെന്ന് പറയുന്നു ആശമാർ. സമരത്തിന് 36-ാം ദിനം സെക്രട്ടേറിയറ്റ് വളഞ്ഞ ആശമാർക്ക് പിന്തുണയുമായി ഇന്ന് പലരുമെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. തെക്കുനിന്നും വടക്കുനിന്നും ബസ്സും തീവണ്ടിയും പിടിച്ചെത്തിയവർ ഇരുന്നും കിടന്നും നിന്നും പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് അനന്തപുരി സാക്ഷിയായത്. അവർ നിങ്ങളെ അധിക്ഷേപിക്കും, സ്വഭാവഹത്യ നടത്തും, തളർന്നു പോകരുത്. ദിവസം 223 രൂപയ്ക്ക് ജീവിച്ചു കാണിക്കാൻ ആരോഗ്യമന്ത്രി ഇവിടേക്ക് വരട്ടെ. ഇടുക്കിയിൽ നിന്നെത്തിയ പൊമ്പിളയൂരുമേ സമരനായിക ഗോമതി ഇത് പറയുമ്പോൾ നീണ്ട കരഘോഷമായിരുന്നു. ഈർക്കിൾ സംഘടനയുടെ കുത്തിത്തിരിപ്പ് സമരം 36-ാം ദിനത്തിലെത്തുമ്പോൾ സമരക്കാരുടെ ഒരാവശ്യത്തിന് അംഗീകാരമായിരിക്കുന്നു. ഓണറേറിയത്തിൽ വെച്ച 10 നിബന്ധനകൾ എടുത്തു കളഞ്ഞുള്ള ഉത്തരവ്. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. സമരം ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ്. 20-ാം തീയതി മുതൽ നിരാഹാര സത്യഗ്രഹത്തിലേക്കാണ് ആശാസമരം നീങ്ങുക. കണ്ടില്ലെന്ന് നടിക്കുന്നവരെ പ്രതിരോധത്തിലാക്കാൻ നിരാഹാര സമരത്തിനാകുമോ? വേതന വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ആശമാർക്ക് തൊട്ടപ്പുറത്ത് അങ്കണവാടി ജീവനക്കാരും രാപകൽ സമരം തുടങ്ങിയിരിക്കുന്നു. സ്ത്രീപക്ഷ സർക്കാർ എന്ന അവകാശവാദം സത്യമെങ്കിൽ ഈ ജീവിത സമരത്തോട് മുഖം തിരിക്കുന്നതെങ്ങനെ? സമരത്തിൽ പൊള്ളുമ്പോൾ SDPI, സമരത്തിൽ പൊള്ളുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി. അധിക്ഷേപങ്ങൾക്കിടെ മുട്ടുമടക്കാതെ മുന്നോട്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ N. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ചർച്ചയിൽ അഡ്വക്കേറ്റ് K. അരുൺകുമാർ CPM-ൽ നിന്നും, VV രാജേഷ് BJP-യിൽ നിന്നും, S. മിനി ആശാ വർക്കേഴ്സ് സമരസമിതി നേതാവ്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഈ സമരത്തെ ഇനി അവഗണിക്കാനാകുമോ? 36-ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ അവരുടെ ഒരാവശ്യത്തിന്മേലുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളും അംഗീകരിക്കേണ്ടതല്ലേ? ഈ സമരത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ഫെബ്രുവരി മാസം 15-ാം തീയതി തന്നെ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മിഷൻ ഡയറക്ടർ ചർച്ച നടത്തി. ചർച്ചയുടെ ഭാഗമായി നിരവധി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു. അപ്പോൾ സമരസമിതി ആവശ്യപ്പെട്ടത് മിഷൻ ഡയറക്ടർ പോരാ, മന്ത്രി തന്നെ നേരിട്ട് വന്ന് ചർച്ച ചെയ്യണമെന്നതാണ്. പിറ്റേ ദിവസം മന്ത്രി ചർച്ച ചെയ്തു, ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തു. ഈ ഓരോ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ വിശദമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്നവ എന്ത്, കേന്ദ്ര ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്ന ഏതൊക്കെ വിഷയങ്ങൾ എന്നത് തരം തിരിച്ച് തന്നെ ചർച്ച ചെയ്തു. അതിൽ ഇവരെ ജീവനക്കാരായി, തൊഴിലാളികളായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കഴിയൂ. അവർക്ക് ശമ്പളം എന്ന രൂപത്തിൽ അവർക്ക് അവരുടെ സാലറി കിട്ടുന്ന സാഹചര്യം അത് കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ. അതേപോലെ തന്നെ പെൻഷനറി ബെനിഫിറ്റും തൊഴിലാളി എന്ന രൂപത്തിലുള്ള പരിഗണനയുടെ ഭാഗമായി മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ പെടുത്തുന്നതുമെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ പറ്റൂ. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്, അതിൽ സംസ്ഥാന ഗവൺമെന്റിന് പരിമിതികളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. ഹോണറേറിയത്തിന്റെ കാര്യത്തിലാണ് പിന്നീട് ചർച്ച നടത്തിയത്. ഹോണറേറിയം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു. അത് 700-ൽ നിന്ന് 1000 രൂപയാക്കി, 800-ൽ നിന്ന് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോഴും ആ വർദ്ധിപ്പിച്ച തുക മുൻ UDF ഗവൺമെന്റ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2016-ൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷമാണ് വർദ്ധിപ്പിച്ച തുക വിതരണം ചെയ്ത് 1000 രൂപയാക്കിയത്. അതിനുശേഷം പടിപടിയായിട്ട് വർദ്ധിപ്പിച്ച് അത് 7000 രൂപയായിട്ട് മാറി. അതുപോലെ തന്നെ 2 സെറ്റിൽ ഫിക്സഡും അതുപോലെ ജനറൽ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3000 ടെലിഫോൺ ചാർജ് ചെയ്യുന്നുള്ള 200, അങ്ങനെ 13200 ഹോണറേറിയവും ഇൻസെന്റീവും കൂടെ കിട്ടുക. ഹോണറേറിയം വർദ്ധിപ്പിക്കാൻ പറ്റിയൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അത് പിന്നീട് പരിഗണിക്കാം. കാരണം ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയും ഈ സ്കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള കുടിശ്ശിക തുകയുടെ വർധനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ തൽക്കാലം അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആ ചർച്ചയ്ക്ക് ശേഷം, മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞ് അന്നേ ദിവസം മടങ്ങിപ്പോയതാണ്. അതിനുശേഷം ഒരു തരത്തിലും തീരുമാനം അറിയിക്കലും ഉണ്ടായിട്ടില്ല, പിന്നീട് ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏതൊരു തീരുമാനം ഇന്ന് ഉണ്ടായി, ബാക്കിയുള്ള തീരുമാനം കൂടി അറിയിച്ചാൽ പോരെ എന്നതാണ്. ഇപ്പോൾ 10 കാര്യങ്ങൾ ഇവരുടെ പ്രതിമാസ ഓണറേറിയം ഉപാധികളിൽ നിലവിലെ 10-ൽ 5 ഉപാധികൾ എന്നാക്കി ഉത്തരവിറങ്ങി എന്നാണ് പറഞ്ഞത്. ഇത് കൃത്യമായി CITU ഫെബ്രുവരി മാസത്തിൽ നടത്തിയ സമരത്തിന്റെ ചർച്ചയുടെ ഭാഗമായി 7-ാം തീയതി ഇറങ്ങിയ ഉത്തരവ്. ആ ഉത്തരവിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം ഉണ്ടാകുന്നവരെ പ്രതിമാസ ഓണറേറിയം ഉപാധികളിൽ നിലവിലെ 10-ൽ 5 ഉപാധികൾ പൂർത്തീകരിച്ചാൽ ആശമാർക്ക് മുഴുവൻ പ്രതിമാസ ഓണറേറിയം നൽകുന്നതിന് തീരുമാനിച്ചു. 10 ഉപാധികളിൽ 5 ഉപാധിയാക്കി മാറ്റിയത് ഫെബ്രുവരി മാസം 7-ാം തീയതി ഇറങ്ങിയ ഉത്തരവാണ്. ആ ഉത്തരവ് ഞാൻ അയച്ചു തരാം. ആ ഉത്തരവ് തന്നെയാണ് ഇന്ന് ഇപ്പോൾ പുറത്തിറങ്ങി എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത്. ഏതായാലും 1 രൂപ പോലും ഓണറേറിയം കുടിശ്ശികയില്ലാത്ത രൂപത്തിൽ അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അത് 7-ാം തീയതി തന്നെ സമരം നടത്തിയ സംഘടനയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഒരു കമ്മിറ്റിയെ വെച്ച് 2 ആഴ്ച കൊണ്ട് പഠിച്ച് ഫെബ്രുവരി 20-ന് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യാൻ, കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും മറ്റു മേഖലകളിൽ നിന്ന് കണ്ടെത്തി അത് വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അത് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി. അതായത്
36 ദിവസമായി തുടരുന്ന ഈ സമരം കൊണ്ടുണ്ടായ തീരുമാനമല്ല. നേരത്തെ CITU സമരം ചെയ്ത ഘട്ടത്തിലെടുത്ത തീരുമാനം നടപ്പാക്കി. അല്ലാതെ ഈ സമരം 36 ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അതായത് ഇപ്പോൾ അങ്ങ് പറയുന്നത് ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 ഉപാധികൾ, ആ 10 ഉപാധികളിൽ 5 എണ്ണമാക്കി കുറഞ്ഞു എന്ന രൂപത്തിൽ ഇന്ന് ഉത്തരവ് ഇറങ്ങിയെന്ന് അങ്ങ് സൂചിപ്പിച്ചു. എന്നാൽ എന്റെ മുന്നിലുള്ള ഉത്തരവ് കൃത്യമായി മുൻ ചർച്ചകളിൽ ഞാനും അങ്ങും പങ്കെടുക്കുന്ന ചർച്ചകളിൽ വരെ ഞാനത് ഉന്നയിക്കുകയും അങ്ങോട്ട് അയച്ചു തരികയും ചെയ്തിട്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവ് പ്രകാരം ഫെബ്രുവരി മാസം 6-ാം തീയതി നടത്തിയ ചർച്ചയിൽ തന്നെ 7-ാം തീയതി ഉത്തരവായിട്ട് അത്തരത്തിൽ 5 കണ്ടീഷനായിട്ട് കുറച്ചിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിച്ചത്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്ന മാക്സിമം വിഷയങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. മറ്റു പല സംസ്ഥാനങ്ങളും അവിടെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പല നുണ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇൻസെന്റീവ് ആയാലും സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും കൃത്യമായി കൊടുക്കുമ്പോൾ 13,200 രൂപ കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം മറ്റു സംസ്ഥാനങ്ങളിലൊന്നുമില്ല. പലരും പ്രഖ്യാപനമൊക്കെ നടത്തി. ഇപ്പൊ ബംഗാളിൽ 5 ലക്ഷം രൂപ റിട്ടയർ ആകുമ്പോൾ കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. ഒരു 5 പൈസ കൊടുത്തിട്ടില്ല. കർണാടകത്തിൽ 10,000 ആക്കി എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറയുന്നുണ്ട്. അവിടെ 5,000 ആയിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 1,000 രൂപ കൂട്ടി 6,000 ആക്കി. പക്ഷേ ഇപ്പോഴും 5,000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഇതുകൊണ്ട് അവരുടെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം. പക്ഷെ നിലവിലെ സാഹചര്യം ഇതാണ്. കേന്ദ്രം തരാനുള്ള സാഹചര്യം ഓണറേറിയത്തിന്റെ കാര്യത്തിൽ നിലവിലെ സാഹചര്യമെങ്കിൽ അങ്ങനെയെങ്കിൽ 21,000 രൂപ ഓണറേറിയം തരും എന്നുള്ളത് നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. ഈ സാഹചര്യങ്ങൾ 2026 മാറ്റാൻ വെച്ചിരിക്കുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നുണ്ട്. ഇനി ഞാൻ താങ്കളിലേക്ക് വരുന്ന മുമ്പ് മിനിയിലേക്ക് പോകട്ടെ. മിനി, ഇതിപ്പോൾ നേരത്തെ വന്ന ഉത്തരവ് 5 ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. നിബന്ധനകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള 5 നിബന്ധനകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ്. അത് CITU സമരം ചെയ്ത ഘട്ടത്തിലെടുത്ത തീരുമാനം. അതല്ലാതെ ഈ 10 ആവശ്യങ്ങൾ 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ പറയുന്നത്. എന്താണ് നിങ്ങൾക്കിതിൽ പറയാനുള്ളത്? നിങ്ങളുടെ സമരം ഇന്ന് 36-ാം ദിവസം, നിങ്ങളത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ സമരം കൊണ്ടുള്ള കാര്യമല്ല ഇതുവരെ നടപ്പാക്കിയത്. ഇതിനകത്ത് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ 10 മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് CITU ആണെന്നുള്ള കാര്യമാണ് ലോകം അറിയേണ്ടുന്നത്. 2018 ആശാമാരുടെ ജോലിയെ സംബന്ധിച്ചൊരു പുനഃക്രമീകരണം നടത്തിയപ്പോൾ 1000 ആളുകൾക്ക് ഒരാശയം എന്നുള്ളതിനെ ഒരു വാർഡിൽ ഒരാശയം എന്നുള്ള നിലയ്ക്ക് അതിനെ വർദ്ധിപ്പിച്ചതും അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചതും അതോടൊപ്പം തന്നെ അവർക്ക് ചില നിബന്ധനകൾ വെച്ചതും ഒപ്പം തന്നെ ഈ മാനദണ്ഡങ്ങൾ വെച്ചതും CITU ആണെന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഞങ്ങൾ അന്ന് മുതൽ 2018 മുതൽ ഈ ജോലി ചെയ്തിട്ട് കൂലി ചോദിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും നിരവധി സമരങ്ങൾ നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ജനുവരി മാസം മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ വെച്ച്, NHM ഡയറക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ വെച്ച് CITUവിൻ്റെ സംസ്ഥാന നേതാക്കളായ ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു, ശരിയാണ്, ഞങ്ങളാണ് ഇത് ആവശ്യപ്പെട്ടത്, ഇത് അവിടെ ഇങ്ങനെ ഒരു മാനദണ്ഡം കൽപ്പിച്ചത്, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് സർക്കാർ അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചതെന്നും നിലവിൽ ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല, കാരണം ആശാ വർക്കർമാർക്ക് ജോലി ഭാരം കൂടിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും അത് പിൻവലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്ര വിരോധാഭാസമാണെന്ന് നോക്കണം. ഒരു തൊഴിലാളി സംഘടന തൊഴിലാളികൾ പണിയെടുത്തിട്ട് കൂലി ചോദിക്കുമ്പോൾ മാനദണ്ഡം വെച്ചോളുവാൻ ഗവൺമെൻറ്റിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് നിബന്ധന വെച്ച ആളുകളാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീ അരുൺകുമാർ കഴിഞ്ഞ 36 ദിവസമായിട്ട് വന്ന് ചർച്ചയിൽ വന്നത് ഒരേ കാര്യങ്ങൾ പറയാം. എന്ത് മണ്ടത്തരമാണ് ശ്രീ അരുൺകുമാർ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ഈ ഓണററി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ 10 മാനദണ്ഡം വെച്ചിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുന്നതാണ് പറയുന്നത്? ആളുകൾ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കള്ളം പറയുന്നത് അവസാനിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത്? ഇത് നിങ്ങൾ ഞാനും മാത്രം കേൾക്കുന്നൊരു ചർച്ചയിൽ ഇത് ലോകം മുഴുവൻ കാണുകയാണ്. ഈ ഓർഡർ എന്ന് പറയുന്നത് എല്ലാ പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക വീണ്ടും വീണ്ടും പറയുന്നു. സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് നമ്മൾ എത്ര തവണ കാണിച്ചു, എത്ര ചാനലുകൾ കാണിച്ചു. എന്തിനാണ് അരുൺകുമാർ? എനിക്ക് അരുൺകുമാറിനോട് മറുപടി പറയേണ്ട കാര്യമില്ല. മറിച്ച് ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തി വന്ന സമരം, ഞങ്ങൾ 10-ാം തീയതി ഫെബ്രുവരി 10-ന് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നു എന്ന പ്രഖ്യാപനം വന്നപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി നമ്മളെപ്പോഴും കാണുന്നത് എന്താണ്? ഒരു സമരം വെക്കും, CITU പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു സമരം വെക്കും, രാപ്പകൽ സമരം വെക്കുന്നു, തൊട്ട് മുമ്പ് DHS ഓഫീസിന് മുന്നിൽ സമരം വെച്ചിട്ട് JPHമാരെ തെറി വിളിച്ചിട്ട് പോയി, വന്നാൽ ഏതാണ്ടൊക്കെ ചെയ്തു കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. JPHമാരുടെ സംഘടന ഇപ്പോഴും സമരം തുടരുക, അതാണ് അതിൻ്റെ അവസ്ഥ.
അത് കഴിഞ്ഞിട്ട് സമരം തുടർന്ന് കണ്ടപ്പോൾ AG's ഓഫീസിലേക്ക് പാവപ്പെട്ട അംഗൻവാടി വർക്കർമാരെയും തൊഴിലുറപ്പുകാരെയും കൊണ്ടുവന്നൊരു പരിപാടി, ഒരു പ്രഹസനം നടത്തി, അവരെ അപമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്നിപ്പോൾ ഈ ഉപരോധ സമരത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ എന്താ നടത്തിയത്? കേരളം മുഴുവൻ പാലിയേറ്റീവ് കെയറിന് അവർക്ക് ക്ലാസ് കൊടുക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ കിടപ്പ് രോഗികളായോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു സംവിധാനം മുഴുവൻ, ഭരണകൂടം, സർക്കാർ, പോലീസ്, എല്ലാ സംവിധാനവും, നിങ്ങളുടെ NGO, യൂണിയൻ തുടങ്ങി എല്ലാം കൂടി ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുക. CI2 നേതാക്കൾ വീട് കയറുന്നു. നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ആശാവർക്കർമാർ വരികയാണ്. നിങ്ങൾ ഈ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു നേതാവിനെ എടുക്കാനുണ്ടോ? മര്യാദയ്ക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞ് 100 തവണ ഇങ്ങനെ വലിയ പ്രൊജക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല. സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വാ വിട്ടുപോകും. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കായി പോകണം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇങ്ങനെ വിരളി പൂണ്ടിട്ടൊന്നും കാര്യമില്ല. സത്യം മനസ്സിലാക്കാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ധാരാളം മാർഗങ്ങളുണ്ട്. അതെങ്കിലും തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈ 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതമായത് ഈ സമരത്തിൻ്റെ ഫലം തന്നെയാണ്. ഇവിടെ അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ CI2 കൊണ്ടുവന്നൊരു മാനദണ്ഡം, CI2 തന്നെ ഒരു സമരം നടത്തിയിട്ട് 5 എണ്ണം പിൻവലിക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു മാനദണ്ഡവും അനുവദിക്കില്ല. അതുകൊണ്ടാണ് പിന്നീട് ആരോഗ്യമന്ത്രി ഒരു വാർത്താക്കുറിപ്പിറക്കി 10 മാനദണ്ഡം പിൻവലിക്കും. അതിൻ്റെ പിതൃത്വം എടുത്തോട്ടെ. ഇനിയിപ്പോൾ ഓണററി വർദ്ധിപ്പിച്ചാൽ എന്ത് പറയും? അതും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഈ കേരളത്തിലെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ സമരമൊക്കെ ഇവർ ചെയ്തതാണെന്ന് പറയും. നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ കാലം തെളിയിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ആശാവർക്കർമാർ 232 രൂപയ്ക്ക് നിങ്ങളെന്തോ ഔദാര്യം തന്നിരിക്കുന്നതാണോ? ഇത് ചെയ്തോളൂ എന്നാണോ? നിങ്ങൾ ലോകത്തിന് മുന്നിൽ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബംഗാളിൽ, ഒരു ദരിദ്ര സംസ്ഥാനമായ ബംഗാളിൽ അവിടെയുള്ള തൊഴിലാളികൾ 350-250 രൂപ കൂലി കിട്ടുന്ന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് 800 രൂപയും 1000-ഉം 1500 രൂപയ്ക്ക് എടുക്കുന്നു. കാരണം കേരളം മെച്ചപ്പെട്ട കൂലി കൊടുക്കുന്നു. ആര് കൊടുക്കുന്നു? സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല, ജനങ്ങൾ, സാധാരണ ആളുകൾ അവൻ പണിയെടുത്താൽ കൂലി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദരിദ്ര സംസ്ഥാനത്ത് വിരമിക്കുമ്പോൾ 5 ലക്ഷം കൊടുക്കുന്നു. ശ്രീ അരുൺകുമാർ, നിങ്ങൾ വെറുതെ ഇങ്ങനെ കള്ളം പറയാതെ, അവിടെ 3 വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അവർ പ്രഖ്യാപിച്ചത് 3 ലക്ഷം രൂപയാണ്. അത് ഏറ്റവും ഒടുവിൽ അത് 5 ലക്ഷം രൂപയെ വർദ്ധിപ്പിച്ചു. എന്ന് മാത്രവുമല്ല, 65 വയസ്സാണ് അവിടെ പിരിച്ചുവിടാനുള്ള പ്രായം. ഒരു ആശാവർക്കറെ പിരിഞ്ഞു പോകാനുള്ള റിട്ടയർമെൻറ്റ് ഏജ് 65ആണ്. പക്ഷേ 60 വയസ്സ് മുതൽ ഒരാൾ പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് സർവ്വ ആനുകൂല്യങ്ങളും കൊടുക്കും. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ കാണൂ. ഈ കേരളത്തിൻ്റെക്കാൾ ഇരട്ടിയിലേറെ ജനസംഖ്യയും ഇരട്ടിയിലേറെ ആശാവർക്കർമാരുള്ളൊരു സംസ്ഥാനമാണ്. നിങ്ങൾ സിക്കിമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കുറച്ച് ആളുകളുള്ളൂ, അതുകൊണ്ടാണ് 10,000 രൂപ കൊടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം 10,000 കൊടുക്കുന്നതായിട്ട് പറയുന്നില്ല. കേരളമാണ് നമ്പർ 1. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ആരെ പറ്റിക്കാനാണ് പറയുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. കേരളത്തിൽ ആ 232 രൂപ എന്താണ് ഈ പറയുന്നത്? ഈ 7,000 രൂപയെന്ന് പറയുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. 232 രൂപ അത് ഭാഗിക്കുമ്പോൾ പറയുന്നതാണ്. 200 രൂപ പോലുമില്ല വരുമാനം. 100 രൂപയിലധികം വാഹനത്തിന് വണ്ടിക്കൂലിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു. എത്ര തുച്ഛമായ വേതനത്തിന് ഈ സ്ത്രീ തൊഴിലാളികളെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയല്ലേ? ഇത് അഡ്രസ്സ് ചെയ്യണ്ടേ? ഇപ്പോൾ അംഗൻവാടി അധ്യാപകരും അവരുടെ ഹെൽപ്പർമാർ സമരത്തിന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സമരത്തെ പരിഗണിക്കാത്തവർ, അങ്ങനെ വളരെ നല്ല ആളുകൾ ചെയ്ത സമരത്തെ പരിഗണിക്കുമോ? എന്താ KSRTC ഇവരുടെ യൂണിയനല്ലേ, വലിയ യൂണിയൻ, എന്താ അവിടെ കൊടുക്കാത്തത്? അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ നമ്മൾ കാണില്ല. റബ്കോയിലെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ ഈ സംഘടിത ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് അവർ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇതുപോലെ രാത്രി ചർച്ചകളിൽ വന്ന് ആളുകൾ അസഭ്യം പറയാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളവരാണ്. എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? ഈ സ്ത്രീ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ലക്ഷോപലക്ഷം ആളുകൾ അവരെല്ലാം കൂടെ ചേർന്നല്ലേ ഈ സർക്കാരിന് അധികാരത്തിലേറ്റിയത്? 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തിയ പേര് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്? അതുകൊണ്ടല്ലേ ആശാവർക്കർമാർക്കടക്കം 700 രൂപ പ്രതിദിന വേതനം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രകടന പത്രിക ഇറക്കിയത്? ഇങ്ങനെ പ്രകടന പത്രിക ഇറക്കി പറ്റിച്ച് വോട്ട് വാങ്ങിച്ച് അധികാരത്തിലിരുന്ന് ഈ തുച്ഛമായ വേതനം പറ്റുന്ന ആശാവർക്കർമാരുടെ നികുതി പണം വാങ്ങിച്ച് ധൂർത്തടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാണ് ഞങ്ങൾ 232 രൂപ തരുന്നില്ലേ, അത് വാങ്ങിച്ചുകൊണ്ട് പൊക്കൂടെ, എന്തിനാണ് സമരം ചെയ്യാൻ വരുന്നത് അധിക്ഷേപിക്കുന്നത്? ഇതൊക്കെ മഹാമോശമാണ്. ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഓർത്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ കടന്നു വരാനും വിദ്യാഭ്യാസം ചെയ്യാനും മനുഷ്യനായി ജീവിക്കാനും ഒരു അവസരം തന്നത് ഈ ഗവൺമെൻറ്റുകൾ വന്നിട്ടല്ല. 100 വർഷം മുമ്പ് മഹാന്മാരിവിടെ പൊരുതിയതിൻ്റെ പിന്നിൽ നിന്ന് പിൻപറ്റുന്ന ആളുകളാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള കേരളത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ എന്താണ് അന്യായമായ കാര്യങ്ങൾ, നിങ്ങൾ അസംബന്ധമായ കാര്യങ്ങൾ ദയവായി ഇനിയും ആവർത്തിക്കരുത്. എനിക്ക് പറയാനുള്ളത് 232 രൂപ നമ്മളൊരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും
ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഈ കേരളത്തിൽ അവർ നൽകുന്നുവെന്ന് പറഞ്ഞ് വാദത്തിന് വേണ്ടി മാത്രം സമ്മതിച്ചാൽ പോലും അത് നടക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് ഇനി ജീവിക്കാൻ തയ്യാറല്ല. ശരി, ശ്രീ വി രാജേഷ്, സമരപ്പന്തലിലേക്ക് ഇന്ന് നിങ്ങളുടെ നേതാക്കളും ഉണ്ടായിരുന്നു, കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ളത്. അതിതുവരെ ചെയ്തിട്ടില്ല. കേന്ദ്രത്തോട് പറയാനുള്ളത് ഞങ്ങൾ അഭ്യർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്നൊരു വിഷയം കൂടിയുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരായ സമരത്തിന് ഒന്ന് എരിവ് കൂട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും നിങ്ങളിൽ പലരും ആ സമരപ്പന്തലിലേക്ക് എത്തുന്നത് എന്നൊരു ആക്ഷേപമുണ്ട്. സ്മൃതി, താങ്കൾ ഇപ്പം പറഞ്ഞ അങ്ങനെയുള്ളൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ആശാവർക്കർമാരെ കണ്ടിട്ട് ഞങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തൊട്ടടുത്ത ദിവസം തന്നെ, അതിനുശേഷം ലഭ്യമായ ആദ്യ സമയത്ത് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് അവരെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച് അത് അവരുടെ പ്രസ്താവനയാക്കി പുറത്തിറക്കി അത് നേരെ തിരിച്ചു വന്ന് ആശാവർക്കർമാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ആശാവർക്കർമാർക്ക് ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും തൊഴിലാളികളായിട്ട് അവർ അംഗീകരിക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാരിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും നിലവിലുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ വ്യത്യസ്ത മണിക്കൂറുകളാണ്. 3 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ 12 മണിക്കൂറാക്കി, അതുപോലെ തന്നെ കൂടിയും കുറഞ്ഞുമുള്ള സമയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ തന്നെ ഒരു ഏകീകൃത രൂപം കൊണ്ടുവന്നാൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളൂ. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്, അതിൻ്റെ പരിശോധന പുറകിലാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നത്തിൽ സമയബന്ധിതമായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താ, നമ്മുടെ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിണറായി സർക്കാരിൻ്റെ ഈ തോന്നിയാസം കൊണ്ടാണെങ്കിലും ഇവിടെ ഉണ്ടായ ഈ സമരം ദേശീയ തലത്തിൽ തന്നെ ആശാവർക്കർമാരുടെ വേതനം പുനഃസംഘടിപ്പിക്കണം, അവരുടെ തൊഴിൽ സമയം ഏകീകരിക്കണം, അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം, അവരുടെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ച് പരിഹരിക്കണം, അവർ ഈ രാജ്യത്തിൻ്റെ അനിവാര്യ ഘടകമാണ് എന്നുള്ള ചർച്ച ഉയർന്നു വരികയും അത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവും ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ തന്നെ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയും ഇത്രത്തോളം അനുഭാവപൂർവ്വം സഹോദരിമാർ, അമ്മമാർ എന്നുള്ള നിലയ്ക്ക് ഒരു തൊഴിലാളി സമൂഹത്തെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെൻറ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ്, നേരത്തെ മിനി പറഞ്ഞല്ലോ, കോവിഡ് സമയത്തുൾപ്പെടെ ഇവർ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതിൽ നിന്നുകൊണ്ടാണ് ഈ സർക്കാരുകൾ നിലനിൽക്കുന്നത്. അത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആയിക്കോട്ടെ, പിണറായി വിജയൻ ഗവൺമെൻറ് ആയിരിക്കും, ഈ ഗവൺമെൻറ്റുകൾക്കൊക്കെ തന്നെ അന്തസ്സോടെ ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കോവിഡിനെ പ്രതിരോധിച്ചു എന്ന് പറയാൻ സാധിച്ചത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കോവിഡ് സമയത്തുൾപ്പെടെ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളികളായിട്ട് നിന്നതുവരാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാതെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ, മനുഷ്യത്വപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സ്മൃതി പറഞ്ഞു, ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു നിമിഷം വൈകിയിട്ടുണ്ടോ? കണക്ക് പറഞ്ഞപ്പോൾ വന്നപ്പോൾ എന്താ, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട പണം മുഴുവനും കൊടുത്തു, കൂടുതലും കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് സമൂഹത്തിൻ്റെ മുൻപിൽ മുഴുവനും നാണം കെട്ടല്ലേ നിൽക്കുന്നത്? എത്ര തവണ ആ മന്ത്രി, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി ജനങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞിട്ടുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിലെ ആർക്കെങ്കിലും അത്തരത്തിൽ പറയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും വളരെ ജനുവിനായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. സ്വാഭാവികമായി ഇപ്പം ആശയപരമായി ഞങ്ങളോട് യോജിക്കുന്നവരാരുമല്ല സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആശയപരമായി ഞങ്ങളുമായിട്ട് കേരളത്തിന് തരാനുള്ളത് തന്നു എന്ന് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞതിന് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നൊരു MP. അല്ല, അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിക്കോട്ടെ, എന്തായാലും രാജ്യത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് തെറ്റായ കാര്യങ്ങൾ പാർലമെന്റിൽ പറയാൻ സാധിക്കില്ലല്ലോ. അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഗവൺമെൻറ് അതിന് മറുപടി കൊടുക്കും. എന്തായാലും കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞതിനെ രാജ്യം മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ആശയപരമായിട്ട് ഞങ്ങളുമായിട്ട് ശക്തമായി വിയോജിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഈ സമരത്തിനുണ്ട്. പക്ഷേ അവരുടെ ആവശ്യവുമായിട്ട്, അവരുടെ പോരാട്ട വീര്യവുമായിട്ട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും ചോദിച്ചു, ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളല്ല, ആശയപരമായി നമ്മളുമായിട്ട് വിയോജിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു അത് കേരള സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. മാത്രവുമല്ല, ഇവിടെ സമരം ചെയ്ത സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് വന്ന കുറേ ആശാ തൊഴിലാളിമാരുണ്ട്. എല്ലാ ദിവസവും അവിടെ നൂറുകണക്കിന് തൊഴിലാളിമാർ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ
യഥാർത്ഥത്തിൽ അത് ഞാൻ കാണുന്നു, ഒരു വാർഡിൻ്റെ ഒരു കൗൺസിലർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ കാണുന്നത് കേരളത്തിലെ മുഴുവനും ജനങ്ങളുടെ പ്രശ്നവും ഏറ്റെടുത്താണ് അവർ സമരം ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ സ്മൃതി ഞാൻ പറയാമല്ലോ, ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയും കൂടെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങൾക്കും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. പക്ഷേ അവർ തന്നെ, ആ വാർഡിലുള്ള ആശാ വർക്കർ തന്നെ ഈ കാര്യം അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് വിളിച്ച് പറയണം, സാർ ഇന്ന വീട്ടിലേക്ക് ഒരു കോൾ വന്നു, ഞങ്ങൾ ചെയ്തു. ആരെയൊക്കെയാണെന്ന് അറിയാമോ? അരുണൊക്കെ മനസ്സിലാക്കണം. അരുണ് ഒരുപക്ഷെ പൊതുപ്രവർത്തകൻ, താഴെത്തട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ നേരിട്ട് അറിവുള്ള ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ നമ്മളൊക്കെ ചർച്ച ചെയ്യണം. ആ വീണാ ജോർജ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്കാരെ ഇവർ ഹാൻഡിൽ ചെയ്യാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ അന്വേഷിച്ച് പിടിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പാവങ്ങളെ വിളിക്കാറുണ്ട്. ഇനി വിദേശത്തുള്ള ബാങ്കുകളുണ്ടല്ലോ, ആ ബാങ്കുകൾ അവിടെ നിന്ന് ലോൺ കൊടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ പലരും നാട്ടിലേക്ക് വരും. ഇവരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പാവങ്ങളെ വിളിക്കാറുണ്ട്. ഇവർക്കറിയില്ല, ഇതിൽ പലതും ഇവരുടെ ജോലിയല്ല. പക്ഷേ ഈ പാവപ്പെട്ട ഈ സ്ത്രീകൾ ഇതൊക്കെ ചെയ്യുകയാണ്. ഇവരൊക്കെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി 8 മണി 9 മണിയാവും. അതിനുശേഷമാണ് വാട്സാപ്പിലൂടെ ഇവർ അന്ന് ചെയ്ത ജോലികളൊക്കെ തന്നെ മെസ്സേജ് അയക്കുന്നത്. ജോലികൾ അന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ചില്ലെങ്കിൽ അവർ ആ ദിവസം ജോലി ചെയ്തതായിട്ട് കണക്ക് കൂട്ടുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഓരോ ജോലിയും ചെയ്യുന്നതിന് ഇത്ര രൂപ, അതിൽ നേരത്തെ മിനി പറഞ്ഞല്ലോ, പെട്രോൾ അടിക്കണം. ഒരു സ്ത്രീ ഒരു ദിവസം മുഴുവൻ ഒരു വാർഡിൽ കറങ്ങണമെങ്കിൽ എത്ര രൂപ പെട്രോൾ വേണം? ഒരു മാസം പൂർണ്ണമായിട്ട് ഒരു മോട്ടോർ അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനം ആ വാർഡിൽ ഓടുമ്പോഴേക്ക് എത്ര രൂപയാവും അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി? 7000 രൂപ തികച്ച ആർക്കെങ്കിലും കിട്ടിയ മാസമുണ്ട്? 6000, 6500, 5900 ഇതല്ലേ കിട്ടിയിട്ടുള്ളൂ. എന്തിനാ സാധിക്കില്ലെങ്കിൽ എന്തിനാ 2021 തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ 21,000 രൂപ കൊടുത്തോളാം എന്നുള്ള വാഗ്ദാനം എന്തിനാണ് നൽകിയത്? അപ്പോൾ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്. ഇതാ ഇപ്പം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചാനൽ എന്താ സ്ക്രോൾ കാണിക്കുന്നത്? അങ്കണവാടി ജീവനക്കാരൻ സമരരംഗത്തേക്ക്. മനസ്സിലാക്കണം, അങ്കണവാടി ജീവനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ, തിരിച്ചറിവും വിവേകവും വെച്ചിട്ടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന, ചെറിയ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന അങ്കണവാടി ജീവനക്കാർ സമരത്തിലേക്ക്. അരുണേ, നിങ്ങളുടെ ശക്തമായ യൂണിയൻ KSRTC, നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ, KSRTC തൊഴിലാളികൾ സമരരംഗത്തേക്ക്. ഒരു സമരവും ഒരു വിഷയവും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ പൊളിക്കുവാൻ വേണ്ടി വില കുറഞ്ഞ, നിലവാരം കുറഞ്ഞ സംസാരങ്ങൾ നടത്തിക്കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുവാനും അധിക്ഷേപിക്കുവാനും അതിൽ PhD നേടിയ കുറേ നേതാക്കന്മാരെ ഇറക്കി രംഗത്ത് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ വേറൊന്നുകൂടെ ചോദിച്ചോട്ടെ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നല്ലോ, തെരുവോരങ്ങളിൽ പന്തല് കെട്ടി സമരം ചെയ്യരുതെന്ന്. എൻ്റെ AK ആന്റണി മുഖ്യമന്ത്രിയായത് മുതൽ പതിറ്റാണ്ടുകൾ പിന്നീട് ഇന്ന് വരെ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുതിയതായിട്ട് ഹൈക്കോടതി വിധി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വഞ്ചിയൂരിൽ റോഡ് കെട്ടി അടച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിധി വന്നത്. എന്നിട്ട് ഈ പാവപ്പെട്ട ആശാ വർക്കർമാർ ഒരു നീല ടാർപ്പായ എടുത്ത് 4 പെണ്ണുങ്ങൾ 4 സൈഡിൽ നിന്ന് അതിനെ പൊക്കിപ്പിടിച്ചിട്ട് 2 ഇഡലിയും ദോശയും കഴിച്ചപ്പോഴേക്കും നിങ്ങളുടെ അവിടുത്തെ വീരശൂര പരാക്രമിയായ കണ്ടോൺമെന്റ് SI വന്നിട്ട് ആ ടാർപ്പയെ വലിച്ചു. ആരുണേ, ഒരു ടാർപ്പയുടെ ചുവട്ടിലിരുന്നു കൊണ്ട് മഴ നനയാതെ 4 ഇഡലി ആ പാവപ്പെട്ട സ്ത്രീകൾ കഴിച്ചു എന്ന് വെച്ചിട്ട് ഇവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഏതെങ്കിലും ഒരു ജഡ്ജി അവർ ടാർപ്പ പിടിച്ചത് ആഹാരം കഴിക്കാനാണ് സമരത്തിരുന്നപ്പോൾ മഴ പെയ്തു എന്ന് പറഞ്ഞപ്പോഴേ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുവോ? അവരെ ജയിലിടുവോ? ശരി, നമുക്ക് ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ മാത്രമാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് പോകുന്നു. അടുത്ത ഘട്ടത്തിൽ മറ്റു പ്രതിനിധി ചേരുന്നതാണ്. അരുൺകുമാർ, താങ്കൾക്ക് മറുപടി നൽകാം. ഇപ്പോൾ BJP പ്രതിനിധി നടത്തിയ പ്രതികരണം, അതോടൊപ്പം മിനി പറഞ്ഞ കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട മിനി എല്ലാ ചർച്ചകളിലും കഴിഞ്ഞ 36 ദിവസമായിട്ട് ഞാൻ വന്ന് നുണ പറയുകയാണെന്നാണ്. ഏതായാലും ഈ സമരത്തിൽ 26,125 ആശാ വർക്കേഴ്സ് കേരളത്തിലുള്ളതിൽ 500-ൽ താഴെ ആശാ വർക്കേഴ്സാണ് സമരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് വളയാൻ പല ഭാഗത്തുനിന്നും നിങ്ങൾ ആളെ കൊണ്ടുവന്നു, അതൊക്കെ സത്യം. ഏത് നുണയാണ് ഞാൻ പറഞ്ഞതെന്ന് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇപ്പൊ അങ്ങ് പറഞ്ഞു സിക്കിം. ആ സിക്കിമിന്റെ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടത്തിയപ്പോൾ എത്രയാണ് സിക്കിമിൽ കൊടുക്കുന്ന ഓണറേറിയം എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം എന്തുകൊണ്ടാണ് അവിടെ ഒരു അവകാശ ലംഘനം വരാത്തത്? മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ അന്നേരം പ്രമേയം അവതരിപ്പിച്ച്? അവിടെ 10-40 UDFന്റെ ആളുകളുണ്ടല്ലോ, BJPക്ക് ആളില്ലെങ്കിലും. ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശ ലംഘന നോട്ടീസ് അവിടെ വന്നോ? അപ്പൊ മന്ത്രി പറഞ്ഞത് ശരിയാണ്. JP നദ്ദ എന്താ പറഞ്ഞ പാർലമെന്റിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടത്തെക്കാൾ കൂടുതൽ സിക്കിമിനാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. മിഷൻ ഡയറക്ടർ കൊടുത്ത അല്ല ഒറ്റമിട്ട് ഇല്ല. എന്താ ആരോഗ്യമന്ത്രി പറഞ്ഞേ? മിഷൻ ഡയറക്ടർ അയച്ച കത്ത് ഇതാണ്. ആ കത്ത് പ്രകാരം പ്രഖ്യാപനങ്ങൾ പലതുണ്ട്, കൊടുക്കുന്നത് ഇത്രയാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന രേഖയാണ് വെച്ചത്. എന്തുകൊണ്ട് അത് തെറ്റാണെങ്കിൽ നമ്മുടെ നിയമസഭയിൽ ഒരു അവകാശ ലംഘനത്തിന്റെ നോട്ടീസ് വന്നില്ല എന്നതാണ് എന്റെ ചോദ്യം. പിന്നെ കർണാടകം ഞാൻ സ്മൃതിക്ക് അയച്ചിട്ടുണ്ട്. എന്താണ് കർണാടകത്തിന്റെ ബജറ്റിൽ കഴിഞ്ഞോണ പറഞ്ഞത്?
കൃത്യമായി വായിക്കാം. ദ ഓണറേറിയം ഓഫ് ആശാ വർക്കേഴ്സ് വിൽ ബി എൻഹാൻസ്ഡ് ബൈ 1000 ബൈ പ്രൊവൈഡിംഗ് ടൈം ബേസ്ഡ് ഇൻസെന്റീവ്. 5000 ആയിരുന്നു 6000 ആക്കാൻ പ്രഖ്യാപിച്ചു. എവിടെ കൊടുത്തോ? ഏത് സംസ്ഥാനത്താണ് കൊടുത്തത്? പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്തില്ലെന്നൊട്ട് കേരളത്തിൽ കൊടുക്കില്ലെന്നല്ല പറയുന്നത്. കർണാടകയിലെ സമരം 5-ാം ദിവസത്തിലെത്തിയപ്പോൾ അവർക്കത് 10,000 കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ് അവിടെ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനം. ഇവിടെ സമരം 36-ാം ദിവസത്തിലായിരിക്കുമ്പോഴും കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനമാകുന്നില്ല. ഇനി വാദത്തിന് താങ്കൾ പറയുന്ന ഒക്കെ സമ്മതിച്ചാൽ തന്നെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളുമായി കേരളത്തെ കമ്പയർ ചെയ്യുകയാണല്ലോ. ജീവിത നിലവാരത്തിൽ നിങ്ങൾ ഉയർന്ന അവസ്ഥ എന്ന് എപ്പോഴും കേരളത്തെക്കുറിച്ച് പറയുന്നതല്ലേ. ഇവിടെ 7,000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാനാണ്? അത് മതി എന്ന തീരുമാനം ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റു പലർക്കും കൂട്ടിക്കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ലല്ലോ. അതാണ് അവർ ചോദിക്കുന്നത്. അതിനവർ പറയുന്ന വാചകമാണ്, നിങ്ങൾ ഭരണാധികാരികളുടെ ധൂർത്ത് ആണ് പ്രതിസന്ധിക്ക് കാരണം, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന ചോദ്യം. ഒറ്റ കാര്യം ഞാനത് പറഞ്ഞിട്ടേ പോകുള്ളൂ. ഇപ്പൊ BJPയുടെ പ്രതിനിധി എന്താ പറയുന്നത്? ഈ സമരം വന്നതിന് ശേഷം കേന്ദ്രം എത്ര ചടുലതയോടെയാണ് നീങ്ങിയത്, അങ്ങ് വലിയ മാറ്റം രാജ്യത്ത് വന്നു. 1 രൂപ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? 3 തവണ കേന്ദ്രമന്ത്രി ഈ സമരപ്പന്തലിൽ വന്നല്ലോ. കുടയായിട്ട് വന്നു, വടിയായിട്ട് വന്നു, പാട്ടുപാടി എല്ലാം അവിടെ വന്നു. 3 തവണ വന്നു. അവസാനം എന്താ പറഞ്ഞേ? ഈ വന്നിട്ട് കാര്യമില്ല, ഉത്തരവ് കൊണ്ടുവന്നെന്ന്. JP നദ്ദ ഇന്ത്യയുടെ പാർലമെന്റിൽ കേരളത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്ന് നുണ പറഞ്ഞപ്പോ ഇന്ന് അവകാശ ലംഘനത്തിന്റെ നോട്ടീസ് വന്നു. ആ കാര്യം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട VV രാജേഷ് എന്താ പറഞ്ഞേ? ആരോഗ്യമന്ത്രി പറഞ്ഞാൽ വിശ്വസിക്കേണ്ടതെന്ന്. ഇവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോ പിറ്റേ ദിവസം ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന് പറഞ്ഞു 10 ദിവസം മുമ്പ് റെഡ് അലർട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു കേരളത്തിനെന്ന്. പച്ചയായ നുണ പറഞ്ഞില്ലേ? പിന്നെ പരിസ്ഥിതി മന്ത്രി നുണ പറഞ്ഞില്ലേ? അവിടെ മുഴുവൻ കയ്യേറ്റക്കാരാണ്, അവരുടെ ജീവിത രീതിയാണെന്ന്. അങ്ങനെ എത്രയോ നുണ ഈ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. 36 ദിവസമായി ഈ സമരം നടത്തുമ്പോൾ 1 രൂപ കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടാണ് കേരളം അതിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തതെങ്കിൽ നമുക്ക് മറുപടി പറയാം. ഇവിടെ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തോട് അനുഭാവമായ നിലപാട് തന്നെയാണ്. ഞാൻ അങ്ങേക്ക് അയച്ചു തന്നല്ലോ ഫെബ്രുവരി മാസം 7-ാം തീയതി ഇട്ട ഉത്തരവ്. കഴിഞ്ഞ മാസം ചർച്ചയിലും ഞാൻ ഈ ഉത്തരവ് ഇട്ട് തന്നതാ. ഇന്നിപ്പോ ഈ 36 ദിവസമായി സമരം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കിട്ടിയതെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു സംശയമില്ല. കാരണം ക്ലെയിം നേടിക്കോട്ടെ. ഇത് കൂടുതൽ ജീവിത സൗകര്യം വേണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം, ജീവിത സൗകര്യം വർദ്ധിപ്പിക്കണം, ഇവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം, ലേബർ ഇവിടെ കൃത്യമായിട്ട് എല്ലാ തരത്തിലുള്ള മിനിമം വേജസിന്റെ പരിധിയിൽ ഇവർ വരണം. ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന തൊഴിൽ ഭാരവും എല്ലാം അനുഭവമുള്ളവരാണ്. അതാണല്ലോ അരുൺകുമാർ ആവർത്തിച്ചവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മന്ത്രിസഭാ യോഗ തീരുമാനമെടുത്ത് ബാക്കിയുള്ളവർക്ക് ഇരട്ടിയിലധികം ഒക്കെ കൂട്ടിക്കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ ദാരിദ്ര്യ പ്രസ്താവന ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ അതാണ് അവർ പറയുന്നത്, നിങ്ങളുടെ ധൂർത്തിന് ഞങ്ങൾ എന്ത് പിഴച്ചു എന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? അല്ല, ഒറ്റ കാര്യം, എത്ര ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ജില്ലാ ജഡ്ജിയുടെ പരിഗണനയുള്ളവർക്ക് 9 കൊല്ലമായി തടഞ്ഞുവച്ച ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തല്ലോ. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഈ ആശാ വർക്കേഴ്സിന്റെയും അംഗൻവാടി വർക്കേഴ്സിന്റെയും എല്ലാം ജീവിത സൗകര്യം വർദ്ധിപ്പിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് പറഞ്ഞു. ഇവിടെ ഒരു വലിയ സമരം വരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കുന്നു, ഒരു കമ്മിറ്റി വെക്കുന്നു, 2 ആഴ്ച പഠിക്കുന്നു, കുടിശ്ശിക എത്ര കഷ്ടപ്പെട്ടും തരും, കേന്ദ്രം തന്നില്ലെങ്കിലും തരും, അത് കൊടുക്കുന്നു, മറ്റു വിഷയങ്ങൾ അഡ്രസ് ചെയ്യും, പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇതെല്ലാം ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടും ഇപ്പൊ തന്നെ വേണം ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറയുന്ന സാഹചര്യം വേണ്ടേ? കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോഴും എല്ലാത്തിനും എന്ത് സമരത്തിനും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല കേന്ദ്രം തരാത്തത് കൊണ്ടാണെന്ന് പറയുകയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി പ്രകാരമുള്ളവർക്ക് കൃത്യമായി വർധന കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഏതിലാണ് എന്ന് തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അന്നും അരുണായിരുന്നല്ലോ നമ്മുടെ അതിഥി. അത് അരുൺ പറഞ്ഞല്ലോ, ഇവിടെ അങ്കണവാടി ജീവനക്കാർ അവർ സമരം ചെയ്യുന്നുണ്ടോ എന്ന്. അവരും ഇറങ്ങിയല്ലോ. അവരോട് സമരം ചെയ്യുന്ന അവരെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന പ്രതികരണമാണ് വന്നിരിക്കുന്നത്. അങ്കണവാടി ജീവനക്കാരായാലും ആശാ വർക്കർമാരായാലും അവർക്ക് അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള, അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം, അല്ലേ? 36 ദിവസം നാടകം കളിക്കില്ലല്ലോ, വെയിലും മഴയും കൊണ്ട് 36 ദിവസം നാടകം കളിക്കില്ലല്ലോ സ്ത്രീകൾ. ആ സ്ത്രീകളെ അധിക്ഷേപിച്ചാൽ അത് ജനം കാണുന്നുണ്ട് എന്നാണ് ഇന്ന് സമരവേദിയിൽ അതിന് പിന്തുണ അർപ്പിക്കാനെത്തിയ എല്ലാവരും തന്നെ പ്രസംഗിച്ചത്. അരുൺകുമാർ, ഇത് ഈ സമരം നിങ്ങൾക്ക് പൊള്ളലേൽപ്പിക്കും, നിങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങൾ എന്നാണ് എത്തുക? ഒറ്റ മിനിറ്റ്. ഇപ്പൊ അംഗൻവാടി വർക്കേഴ്സ് വന്നു,
നാളെ മറ്റ് സ്കീം വർക്കേഴ്സ് വരും, അടുത്തയാഴ്ച വീണ്ടും വരും. ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ വിത്ത് വിതയ്ക്കാൻ നിരവധി ആളുകളാണ് ശ്രമിക്കുന്നത്. ഒരു ഡോറിലൂടെ KPCCയുടെ ഇപ്പോഴത്തെ നേതാവ് വരുന്നു, മറു ഡോറിലൂടെ പ്രതിപക്ഷ നേതാവ് വരുന്നു, ഇതിന്റെ ഇടയിലൂടെ ഡോറിലൂടെ മുൻ പ്രതിപക്ഷ നേതാവ് വരുന്നു, മുകളിലൂടെ BJPയുടെ നേതാക്കന്മാർ വരുന്നു. ഈ നടപ്പാക്കുന്ന സ്കീം പ്രഖ്യാപിച്ച 1 രൂപ വർദ്ധിപ്പിക്കേണ്ട. ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല, നിങ്ങൾ ഈ എന്നെ കൊണ്ട് പറയിപ്പിക്കാതാണെങ്കിൽ ചോദ്യം തന്നെ ചോദിച്ചോണ്ടിരുന്നാ പോരെ. ഇവിടെ ഒരു 4 ഡോറേ സെക്രട്ടേറിയറ്റിനുള്ളൂ. ഇവർ 10 ഡോർ ഉണ്ടാക്കി വരികയാണ്. BJPയുടെ നേതാക്കന്മാർ വന്ന് തള്ളുകയാ. എന്തിനാ? LDF ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോഴേ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിൽ. എന്നാൽ 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചിട്ട് വേണ്ട ഈ സമരത്തിലേക്ക് വരാനെന്ന് ആങ്കറായ താങ്കൾ പോലും ശ്രീ VV രാജേഷ് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമല്ലേ? ചോദിക്കുന്നില്ലല്ലോ. കൊട്ടിഘോഷിച്ച് കുറെ കാര്യങ്ങൾ പറയാം, പക്ഷെ പറ്റുന്നില്ല. സമരം ചെയ്യുന്നവർ ഇന്ന സംഘടനയുടെ ബാനറിലായാൽ സമരം നല്ല സമരം, അല്ലാത്ത സമരമെല്ലാം അരാജക സമരം. അതെന്ത് നിലപാടാണ്? സമരത്തിന് ഇന്ന ആളുകളെ പിന്തുണ കൊടുക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർ എത്തിയാൽ അത് അരാജക സമരം, കുത്തിത്തിരിപ്പ് സമരം. അതെന്ത് നിലപാടാണ്? തൊഴിലാളി സംഘടനയായി CITUവിനെ മാത്രം അംഗീകരിക്കുകയുള്ളൂ. അതെന്ത് നിലപാടാണ്? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സമരം ചെയ്യുന്നവർക്ക് എത്ര വേണമെങ്കിലും സമരം ചെയ്യാം, എത്ര ദിവസം വേണമെങ്കിലും സമരം ചെയ്യാം, ഏത് രൂപത്തിൽ സമരം ചെയ്യാം. അതൊക്കെ ആ സംഘടനയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒറ്റ വിഷയമുള്ളൂ. ഈ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ പ്രതിപക്ഷ നേതാവും സമരത്തിന്റെ പന്തലിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക. പക്ഷെ ഇവരിരുന്നപ്പോൾ ആകെ വർദ്ധിപ്പിച്ചത് 5 കൊല്ലം കൊണ്ട് 700 രൂപയാണ്. ഈ ഗവൺമെന്റ് 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചു, 6000 രൂപ വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ ജീവിത ബുദ്ധിമുട്ട്, ഇതിനിടയിലായിരുന്നല്ലോ പ്രളയം, കോവിഡ്, ഓഖി ദുരന്തം, നിപ വൈറസ്, പ്രകൃതി ദുരന്തങ്ങൾ. ഇതിനിടയിലും നമ്മൾ വർദ്ധിപ്പിച്ചു. ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സമരത്തെയും തള്ളി പറയുന്നില്ല. സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യാം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന മാക്സിമം ചെയ്യും, ഇനിയും ചെയ്യും. അത് ചെയ്തു തന്നെ മുന്നോട്ട് പോകും. നുണപ്രചരണം നടത്തുന്നവരും ഇത്തരം ചർച്ചകളിൽ വന്ന കൃത്യമായിട്ടുള്ള പോയിന്റ് പറയുമ്പോൾ അത് മുഴുവൻ കള്ളമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരും അങ്ങനെ ശ്രമിച്ചോട്ടെ. നിങ്ങളെ പരിഗണിക്കുമെന്നാണെങ്കിൽ ആ സമരപ്പന്തലിലേക്ക് പോകേണ്ടിയിരുന്നു. നിങ്ങളെ പരിഗണിക്കും, നിങ്ങൾക്ക് ഇന്ന സമയത്തിനുള്ളിൽ കൂട്ടിത്തരും. ഇപ്പോൾ ഇതാണ് ബുദ്ധിമുട്ട് എന്ന് സമരപ്പന്തലിൽ ചെന്നാണ് പറയേണ്ടത്. സമരപ്പന്തലിൽ ചെന്നാണ് പറയേണ്ടത്. അവർക്ക് കൊടുക്കേണ്ട ഉറപ്പ് നിങ്ങൾ നേരിട്ടാണ് കൊടുക്കേണ്ടത്. മുഖദാവിലാണ് കൊടുക്കേണ്ടത്. ഒരു സമരത്തിലും പറഞ്ഞ ചരിത്രമില്ല. ഈ ഫെബ്രുവരി മാസം 16-ാം തീയതി ചർച്ച വിളിച്ച് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. അങ്ങനെ സമരപ്പന്തലിൽ ചെന്ന് പിന്തുണ നേടുന്ന സംസ്കാരമല്ല ഇവിടെ ഗവൺമെന്റിനുള്ളത്. ഇത്ര ദിവസമായി സ്ത്രീകൾ ഇരിക്കുമ്പോൾ അവരുടെ നിങ്ങളുടെ വിജയം എന്നുള്ളതല്ല, അനുതാപത്തോടെ പരിഗണിക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ. സ്ത്രീകളാണല്ലോ, നിങ്ങളുടേത് സ്ത്രീപക്ഷ സർക്കാരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നതല്ലേ എപ്പോഴും. അപ്പോൾ സ്ത്രീപക്ഷ സർക്കാർ ഈ സമരം ഇരിക്കുന്ന ഈ പറയുന്ന 500-ൽ താഴെ ഇന്നാണെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും വരുത്തിച്ചവരാണ്. ബാക്കിയൊക്കെ 500-ൽ താഴെ, ബാക്കി അവിടെ നിന്നും ഇവിടെ നിന്നും വരുത്തിച്ചവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാടകം കളിക്കുകയായിരുന്നു. അങ്ങനെ നാടകം കളിച്ചവർ വൈകുന്നേരം ആയപ്പോഴേക്കും കുഴഞ്ഞു വീണിട്ടുമുണ്ട്. അതും നാടകമാണോ? ഒരു സമരത്തെ ഇങ്ങനെ അധിക്ഷേപിക്കാമോ അരുൺകുമാർ? ഒറ്റ മിനിറ്റ്. ഈ കേരളത്തിൽ ഒറ്റ മിനിറ്റ് കേരളത്തിൽ ആശാ വർക്കേഴ്സ് ഡ്യൂട്ടിക്ക് കയറിയതിന്റെ ലിസ്റ്റ് ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അതായത് 26,125 പേരിൽ ഒരു 450 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്നലെ വരെ, ശനിയാഴ്ച വരെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ആ അറ്റൻഡൻസ് ഷീറ്റ് നോക്കിയാലെങ്കിലും താങ്കൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാക്ക്, അല്ലെങ്കിൽ താങ്കളും ആരോപണമായിട്ട് തുടര്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, CITUവിന്റെ നേതൃത്വത്തിലുള്ള വലിയ പിന്തുണയുള്ള വിഭാഗം സമരത്തിനില്ല മിനി. അപ്പോൾ നിങ്ങൾ 400-ൽ താഴെയുള്ളവർ 36 ദിവസമായാലും 40 ദിവസമായാലും ഇനി അങ്ങോട്ട് നിരാഹാരത്തിലിരുന്നാലും കാര്യമില്ല. അവിടെ ബാക്കിയുള്ളവർ പണിയെടുക്കുന്നു, കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി പോകുന്നു. ഈ അരുൺകുമാർ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു? ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറ്റുമോ? ഒരു അറ്റൻഡൻസ് എടുക്കുമായിരുന്നോ? അദ്ദേഹത്തിൻ്റെ പണി അതാണോ? ഇവിടെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പില്ലേ? നിങ്ങളിത് കാണുന്നില്ലേ? എനിക്ക് കഷ്ടം തോന്നുന്നു ശ്രീ അരുൺകുമാർ, നിങ്ങളിങ്ങനെയൊക്കെ വിട്ടിത്തം വിളിച്ച് പറയുമ്പോൾ. നിങ്ങളങ്ങോട്ട് നോക്ക്. ഇന്ന് നിങ്ങൾ നിങ്ങൾ ഈ സമരം പൊളിക്കാൻ നിങ്ങൾ എന്തെല്ലാം ആയുധം ഉപയോഗിച്ചിട്ടാണ് ഈ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ സമരപ്പന്തലിൽ വന്ന് ഒന്നും പറയണ്ട. അരുൺകുമാർ എന്ന പരിസരത്തൂടെ പോകണ്ട, ഒന്നും പറയണ്ട. മറിച്ച് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? എനിക്ക് വീണ്ടും ചോദിക്കണം, എന്തിനാണ് കള്ളം പറയുന്നത്? ഒരു മനുഷ്യനായാലും ഒരു വ്യക്തിത്വം വേണ്ടേ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എന്ന് അറ്റൻഡൻസ് എടുക്കുന്നു?
നിങ്ങളെ ആര് നിയോഗിച്ചു? ആശാ വർക്കർമാരുടെ അറ്റൻഡൻസ് എടുക്കാൻ നിങ്ങളെ ആര് നിയോഗിച്ചു? സമരത്തിൽ പോയവരുടെ പട്ടിക വേണം, പകരം ആളെ നിശ്ചയിക്കുമെന്ന് തീരുമാനം നേരത്തെ എടുത്തിരുന്നതല്ലേ? നിങ്ങൾ സമരത്തിൽ പോയവരുടെ പട്ടിക എടുത്ത് അവിടേക്ക് ബാക്കിയുള്ളവരെ നിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലേ? സ്ഥിരം ജീവനക്കാരല്ല സ്മൃതി, ആശാ വർക്കർമാർ സ്ഥിരം ജീവനക്കാരല്ല. എല്ലാ ദിവസവും അവരവിടെ പോയി ഒപ്പ് വെക്കുന്നില്ല. പിന്നെ അരുൺകുമാർ എങ്ങനെയാണ് പോയി ഇവിടെ ഒപ്പ് നോക്കി അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തത്? അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടോ? ഏതൊക്കെ PHSയിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചിട്ടുണ്ട്? ആശാ വർക്കർമാർക്ക് ഒപ്പിടാൻ അറ്റൻഡൻസ് രജിസ്റ്റർ എവിടെയുണ്ട്? ശ്രീ അരുൺകുമാർ പറയൂ, എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആരുടെ അറ്റൻഡൻസ് എടുത്തതാ? നിങ്ങൾ ആകെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, സമരത്തിന് പോകുന്ന ആളുകളുടെ പേര് വരെ എടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും പറയാതെ, നിങ്ങൾ 400 താഴെ ഒരു കുഴപ്പമില്ല, 50 താഴെ എന്ന് പറയുന്നു. പക്ഷേ കേസെടുക്കുമ്പോൾ 1500 പേർക്കെതിരെ കേസ്. വളരെ വിരോധാഭാസമല്ലേ? 50 പേരില്ലാത്ത സമരപന്തലിൽ നിന്ന് 1500 പേർക്ക് കേസെടുത്തെങ്കിൽ ആ പോലീസിനെ നിങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ? ഇങ്ങനെ കള്ളക്കണക്ക് എഴുതുന്ന പോലീസിനെ നിങ്ങൾ എന്ത് വിട്ടിത്താണ് സാറേ പറയുന്നത്? വളരെ കഷ്ടമുണ്ട് കേട്ടോ. അതുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് ചോദിക്കുക, അവർ റിപ്പോർട്ട് തരും, നിങ്ങൾ എത്ര പേര് പങ്കെടുത്തു, എങ്ങനെയൊക്കെ പങ്കെടുത്തു എന്ന്. അതെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കുക. ഇനി ഒരു സമരത്തിൻ്റെ ന്യായയുക്തത തീരുമാനിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടാണോ? നിങ്ങൾ ഏത് മണ്ടത്തിലാണ് ഈ പറയുന്നത്? അത് വെച്ചിട്ടല്ല. അവരുന്നയിക്കുന്ന ഡിമാൻഡ്, അതിൻ്റെ വ്യക്തത, അതിൻ്റെ പൊതുസമൂഹം അതിന് കൊടുക്കുന്നൊരു സ്വീകാര്യത. 242 രൂപയ്ക്ക് പണിയണമെന്ന് ഈ കേരളത്തിലെ ഒരു വ്യക്തിയും തീരുമാനിക്കില്ല, ഒരു മനുഷ്യനും തീരുമാനിക്കില്ല. അപ്പോൾ ആ ഡിമാൻഡാണ് പ്രധാനം. അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ, സ്ത്രീകളുടെ എണ്ണം എടുക്കാനല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അവരുന്നയിക്കുന്ന ഡിമാൻഡുകൾ എടുക്കണം. ഇത് എന്ന് മുതലാണ് ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ CPM ആളുകളുടെ എണ്ണം നോക്കിയിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയത്? നിങ്ങൾ ഒറീസയിൽ പോയി സമരം ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ എത്ര ശതമാനം ഉണ്ടായിട്ടാണ്? നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് എത്ര ശതമാനമുണ്ട്? അപ്പോൾ എങ്ങനെയാണ് ഇത് ശതമാനക്കണക്കിൽ പറയുന്നത്? ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾ വോട്ട് ചെയ്തിട്ടാണോ ഇടതുപക്ഷ മുന്നണി അധികാരത്തിലിരിക്കുന്നത്? അതിന് 50% പേരുടെ വോട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്ന് മുതലാണ് ആളുകളുടെ എണ്ണം? നിങ്ങൾ വേറെ ആളുകളുടെ എണ്ണമൊക്കെ എടുത്തോളൂ, പക്ഷേ നിങ്ങൾ ആശാ വർക്കറുടെ എണ്ണം എടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നടക്കില്ല. കാരണം ആശാ വർക്കർമാർക്ക് അങ്ങനെ ഒരു അറ്റൻഡൻസ് ഒന്നും രജിസ്റ്റർ ഒന്നും ഇല്ല. അതിപ്പോഴെങ്കിലും മനസ്സിലാക്കുക. ഞാൻ ഇന്നാളും പറഞ്ഞു, ഏതെങ്കിലും ഒരു ആശാ വർക്കറെ വിളിച്ച്, നിങ്ങളുടെ വാർഡിലൊരു ആശാ വർക്കറെ വിളിച്ച് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ കുറച്ചുകൂടെ വ്യക്തത കിട്ടും. അല്ലാതെ പറയരുത്. ഇനി വേറൊരു കാര്യം നോക്കൂ. ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം വന്നു, ഈ കഴിഞ്ഞ ദിവസം വന്നു. അത് ഞങ്ങളെ സംബന്ധിച്ച് സമരത്തിൻ്റെ ഒരു വിജയമാണ്. 17 വർഷമായി ഒരിക്കൽ പോലും പ്രതിമാസം വേതനം കൊടുക്കാതിരുന്ന പല ഗവൺമെൻറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അരുൺകുമാർ പറയുന്നുണ്ട് ഇത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷമാണെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനു മുമ്പ് വരെ ആശാവർക്കറുടെ ജോലി ഒരു നിർബന്ധിത ജോലിയല്ല. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ആശാ വർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് നേരത്തെ ഓണറേറിയത്തിന് മാനദണ്ഡം ഏർപ്പെടുത്തിയ കാലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 3 കാരണങ്ങളാണ്. ഒന്ന്, 62 വയസ്സ് പൂർത്തിയാകുക. മറ്റൊന്ന്, മറ്റേതെങ്കിലും പണിക്ക് പോകുന്നുണ്ടെങ്കിൽ 1 മാസത്തെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടും. കഴിഞ്ഞ ചർച്ചയിൽ അരുൺകുമാർ അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു. മറ്റ് ജോലിയുള്ള ആളുകൾ ഇവിടെ വന്നാൽ പോകുമെന്ന്. അങ്ങനെയല്ല അരുൺകുമാർ, തിരിച്ചാണ്. ഈ ആശാ വർക്കർ എന്ന് പറയുന്ന ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ മറ്റൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ 1 മാസത്തെ നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വെറുതെ പറയുകയാണ്. അതുകൊണ്ട് സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് ഓണറേറിയമില്ല. ഇത് ഏത് വിചിത്ര ലോകം? ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത്. 9-ാം തീയതി വരെ പണിയെടുത്തിട്ടുണ്ട്. ആ പണിയെടുത്തതിൻ്റെ കൂലി വാങ്ങിച്ചിട്ടേ ആശാ വർക്കർമാർ പോവുള്ളൂ. ഇപ്പോൾ 10 എടുത്ത് മാറ്റിയല്ലോ. മുഴുവൻ ആശാ വർക്കർമാർക്കും 7000 രൂപയുടെ ഓണറേറിയത്തിന് അർഹതയുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെ കൂലി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ലോകം അറിയണം, ഇവിടെ സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് കൂലിയില്ല, മറിച്ച് സമരം ചെയ്യാതിരുന്ന ഇവരുടെ CI2-ൻ്റെ അംഗങ്ങളായ ആളുകൾക്ക് കൂലി കൊടുത്തിരിക്കുന്നത്. എന്തൊരു വിചിത്രമായ ലോകം! നമ്മൾ 32 ദിവസം ആൻ്റണി സർക്കാരിൻ്റെ സമയത്ത് ഒരു കറുത്ത ഉത്തരവിൽ സമരം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സമരത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇവർ അന്ന് ഡയസ്ലോണൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞതാണ്? ഞങ്ങൾ അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുക. അത് ശരിയല്ല. പക്ഷേ ഇവിടെ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് കൂലി കൊടുക്കേണ്ട ഇവർ സമരത്തിന് പോയി എന്നുള്ളതാണ്. അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ളതാണ് എനിക്ക് മിനിയിൽ നിന്ന് അറിയേണ്ടത്. ശ്രീ ശ്രീകുമാറിലേക്ക് കൂടി ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ റെജി ലൂക്കോസ് കൂടി ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇതിപ്പോൾ തുടർച്ചയായി CPM പറയുന്ന ഒരു കാര്യം, UDF-ന്റെ കാലത്ത് 500-ൽ നിന്ന് 700 ആക്കി എന്നുള്ളതാണ്. അതും കൊടുത്തിരുന്നില്ല, കൊടുക്കാൻ LDF സർക്കാർ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അവരാണിപ്പോൾ സമരപ്പന്തലിൽ പിന്തുണ അർപ്പിക്കാൻ എത്തുന്നത്, അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തുന്നത് എന്ന്. നോക്കൂ സ്മൃതി, 40 മിനിറ്റായി ചർച്ച തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പത്രപ്രവർത്തകർ സംഭവങ്ങൾക്ക് സാക്ഷിയായതുകൊണ്ടാകാം ഞാനിങ്ങനെ സാക്ഷിയായിട്ട്. അങ്ങനെ പറയരുത്. അരുൺകുമാർ പോകാനുള്ളത് കൊണ്ടും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ മറുപടി പറയിക്കാൻ കുഴപ്പമില്ല.
അല്ല, കുഴപ്പമില്ല. കോൺഗ്രസ് സഹയാത്രയെന്ന് എഴുതി കാണിച്ച കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയാനുള്ളൊരു അവസരം കൂടി അതിന് ഊരവിട്ട് തരണമായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തെങ്കിലും ആട്ടെ. അതായത് ഇവിടെ ശ്രീ അരുൺകുമാർ ഈ ചർച്ചയിൽ നിന്ന് പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇടതുമുന്നണി ഗവൺമെൻറ്റിന് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇല്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഒരു വിഷയം വരുമ്പോൾ, ഒരു സമരം വരുമ്പോൾ അത് ഇടപെട്ട് അവസാനിപ്പിക്കാനായിട്ടൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സാധാരണ ഏത് ഗവൺമെൻറ്റും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകോപന സമിതി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ആ ഏകോപന സമിതിയുടെ യോഗം ചേർന്ന് ആ യോഗത്തിൽ ഘടകകക്ഷികൾ അഭിപ്രായം മാനിച്ചിട്ട് അത് സംബന്ധിച്ച തീരുമാനമെടുക്കണം. അതല്ലെങ്കിൽ ആരോഗ്യം, സാമൂഹ്യക്ഷേമം, തൊഴിൽ വകുപ്പ്, അതുപോലെ ഇത്രയും മുഖ്യമന്ത്രി ഇത്രയും പേര് ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ഈ പ്രശ്നത്തിൽ ഇടപെടണം. ഇത് ഒരു സാധാരണ ജീവനക്കാരുടെ സമരം പോലെ അല്ല. ഇത് ആരോഗ്യരംഗത്തെ ആശാ വർക്കർമാരുടെ സമരമൊന്നും മാത്രമല്ല, അവർ സ്ത്രീകളാണ്. CPMൻ്റെ ഹർകിഷൻ സിംഗ് സൂർജിത്ത് സെക്രട്ടറി ആയിരിക്കുമ്പം ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ തീരുമാനം ഉണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ കാര്യത്തിൽ, തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന്. അതിനുശേഷം ഉള്ള പാർട്ടി ഗവൺമെൻറ് 8 വർഷമായിട്ട് കേരളത്തിലുണ്ട്. ഈ 8 വർഷം എന്തുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തകരും ആശാ വർക്കർമാരും അംഗനവാടി പ്രവർത്തകരും ഈ അവസാന കാലത്ത് ഈ സമരത്തിനിറങ്ങുന്ന എന്നിവർ ആലോചിക്കണം. ഇവിടെ എല്ലാ ദിവസവും ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ UDFൻ്റെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളും UDF നേതാക്കളും ആ സമരപന്തലിൽ എത്തുന്നത് എന്ന് വെച്ചാൽ 8 വർഷമായിട്ട് UDF പ്രതിപക്ഷത്താണ്. അവർക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന പ്രശ്നമല്ലത്. അവർക്ക് മുഖ്യമന്ത്രിയോട് പറയാനേ പറ്റുള്ളൂ. VD സതീശൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അദ്ദേഹം ചർച്ച വിളിക്കാമെന്ന് പറഞ്ഞു. ആ ചർച്ച ഇതുവരെ വിളിച്ചിട്ടില്ല. ഒരു മുഖ്യമന്ത്രിക്ക് 36 ദിവസമായിട്ട് വീട്ടമ്മമാരായ സ്ത്രീ ജനങ്ങളായിട്ടുള്ള തൊഴിലാളികൾ സമരം ചെയ്തിട്ട് അവരുടെ പ്രതിനിധികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്കതിനുള്ള ആർജവമില്ലെന്ന് മാത്രമല്ല, പ്രശ്നപരിഹാരത്തിന് അവരുടെ കയ്യിൽ മരുന്നില്ല. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നേരത്തെ എടുത്ത അതാ ഞാൻ പറഞ്ഞത്. ഓണറേറിയം കൂട്ടി നൽകുന്നതിനുള്ള തടസ്സം ഞാൻ പറയാൻ കാരണം, ഓണറേറിയം കൂട്ടി നൽകാനുള്ള പണം അവരുടെ കയ്യിലില്ല. ഇവർ പണം ഉണ്ടെന്ന് പറയുകയും കേരള സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ടെന്നും നിലവാരം കൂടുതലാണെന്ന് പറയുമെങ്കിലും ഇവരുടെ കയ്യിൽ പൈസയില്ല, നയ പൈസയില്ല. കഴിഞ്ഞ ദിവസം ശ്രീ സുരേഷ് ഗോപി ഇവിടെ BJPയുടെ പ്രതിനിധി വന്ന് സംസാരിച്ചല്ലോ ആശാവർക്കർമാർക്ക് അനുകൂലമായിട്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഒരു കാര്യം പെട്ടെന്നൊന്നും തീരുമാനിക്കാൻ കഴിയില്ല, അതിനൊക്കെ സർക്കാരിന് അതിൻ്റെതായ സമയം വേണം, അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം ശ്രീ സുരേഷ് ഗോപി സംസാരിച്ചത്. അവിടെ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പൊങ്കാല അടുപ്പിലേക്കുള്ള കിറ്റ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് ഗവൺമെൻറ് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല? അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിന് ഇടപെടാൻ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണം. അതേ ഞാൻ പറഞ്ഞത്, ഇടതുമുന്നണിക്ക് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇല്ല. ഇവിടെ CPIക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. അവർ ആശാവർക്കർമാർക്ക് പിന്തുണയെന്ന് പറയും, പക്ഷേ അവർക്ക് അതിനുള്ള സംവിധാനമില്ല. എന്ത് ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം എന്ന് പറയാനുള്ള സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ ഇത്രയും 36 ദിവസമായി ഇവിടെ CPM പ്രതിനിധി പറഞ്ഞിട്ട് പോയത് ഇത് നേരത്തെ എടുത്തതാണ് ഈ മാനദണ്ഡത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്ന് മാത്രം അത് വാർത്തയായത്? അപ്പോൾ ഇത്രയും ദിവസം എന്താണ് ഒളിച്ചു വെച്ചത്? ഇവിടെ ശ്രീമതി മിനി പറഞ്ഞു ഇങ്ങനെ ദിവസവും വന്ന് കള്ളം പറയരുത്. കള്ളം എന്ന വാക്യം പറയുന്നില്ല, പക്ഷേ അവർക്ക് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല. അവർ പറയുന്നത് കർണാടകത്തിൽ കൊടുത്തില്ല, സിക്കിമിൽ കൊടുത്തില്ല, അവിടെ ഒന്നും കൊടുക്കണ്ടെന്നേ. കർണാടക ഗവൺമെൻറ് അംഗൻവാടിക്കും അതുപോലെ ആശാവർക്കർക്ക് എതിരാണെന്ന് വിചാരിച്ചോ എന്ന് വെച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കൊടുക്കണ്ടേ? എന്തിനാ അവരെ താരതമ്യം ചെയ്യുന്നത്? ഇവിടെ UDF അധികാരത്തിലിരിക്കുമ്പോൾ കർണാടകത്തിൽ ഭരിച്ചിരുന്നത് വേറെ ഗവൺമെൻറ്റാണ്. കർണാടകത്തിൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ആ മുഖ്യമന്ത്രി അവരുമായി നേരിട്ട് ചെന്ന് ചർച്ച നടത്തിയിട്ടാണ് അവിടെ തീരുമാനമെടുത്തത്. സിക്കിം ഗവൺമെൻറ് വ്യക്തമായ ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അവർ പറഞ്ഞാൽ അത് അതെ നുണ ഒരു ആയുധമാക്കുന്നതാണ് CPMൻ്റെ ലൈൻ. അവർക്ക് 2-3 ലൈനുണ്ട്. ഒന്ന്, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുക, കാരണം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. 2, നുണ ആയുധമാക്കിക്കൊണ്ടിരിക്കുക. അത് നുണ ആയുധം എന്ന് വെച്ചാൽ നിസ്സാരമല്ല. ഇന്നിപ്പോൾ ഗൗതം മാഷ് പറഞ്ഞ എന്താണ്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. അപ്പോൾ ഇത്രയും ദിവസം എന്താ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നത്? ഒരു ദുരഭിമാനമാണോ? ഇവർ പറഞ്ഞ എന്താണ്, ഇതിൽ ഈർക്കിലി പാർട്ടികൾ ജമാഅത്തെ ഇസ്ലാമി, SDPIയും SUCയുമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇവരെങ്ങനെ ശക്തി പ്രാപിച്ചു?
ഇവർക്ക് എങ്ങനെ ഈ സ്ത്രീരംഗങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റി? അത് നിസ്സാര കാര്യമാണോ? അത് പാർട്ടി ഉത്തരം പറയണ്ടേ? ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആശാവർക്കർമാരെ സംഘടിപ്പിക്കാൻ CITUവിനല്ല ശക്തി. ഇവിടുത്തെ SUCIക്കും ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള അവരുടെ ഭാഷയിൽ ഈർക്കിലി പാർട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയുടെ പരാജയമാണ്. അങ്ങനെയാണ് അവർ കൊല്ല സംസ്ഥാന സമ്മേളനത്തെ ചർച്ച ചെയ്യണമായിരുന്നു. അതും ചർച്ച ചെയ്തില്ല. കൊല്ല സംസ്ഥാന സമ്മേളനം കഴിച്ചിട്ട് ആഴ്ച ഒന്നായില്ലേ? എങ്കിലും എന്നാൽ മഴക്കാലം വരികയാണ്, വെയിലും മഞ്ഞും കൊണ്ട് കിടക്കുകയാണ്. ഈ സ്ത്രീകളെ ഞങ്ങൾ വിളിച്ച് ചർച്ച ചെയ്യണമെന്ന ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി സെക്രട്ടറി കഴിയുന്നില്ല. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നുള്ളൂ. ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് പറയാൻ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ കഴിയുന്നില്ല. അദ്ദേഹം ഇന്ന് എന്താണ് പറഞ്ഞത്? അദ്ദേഹം ലേസർ കമ്മിറ്റി കൺവീനറാണ് കേട്ടോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ ചർച്ച ഇതിൻ്റെ പിന്നിൽ വേറെ ആളുകളാണ്, ഞങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. അപ്പം ഞങ്ങൾ ഇവർക്ക് അനുകൂലമാണെന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇവരുടെ പ്രശ്നം പരിഹരിക്കണ്ടേ? ഇവിടെ മിനി പറഞ്ഞത് 100% ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വെറുതെ ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 36 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പല്ലവി. ഒന്നുകിൽ കർണാടകത്തെ കുറ്റം പറയും, അല്ലെ കേന്ദ്രത്തെ കുറ്റം പറയും, അല്ലെ സിക്കിമിൻ്റെ കാര്യം പറയും. ഇതൊന്നുമല്ല, വിഷയമൊന്നുമല്ല. ഇവർക്ക് പരിഹരിക്കാൻ അതിനുള്ള ശക്തിയില്ല, അവർക്ക് പറ്റില്ല, അവർക്ക് അതിനുള്ള ബലമില്ല. അങ്ങനെ ഇടതുമുന്നണി ബലമില്ലാത്ത ഗവൺമെൻറ് ഇത്രയും വലിയൊരു സമരം കാണിട്ട് ഇന്ന് പറയാണ് ആശാവർക്കർമാർക്ക് ഇന്ന് ശ്രീ അരുൺകുമാർ പറഞ്ഞ അറ്റൻഡൻസ് നോക്കൂ, ആശാവർക്കർമാർക്ക് അറ്റൻഡൻസ് ഇല്ല എന്ന് ശ്രീമതി മിനി പറഞ്ഞപ്പോൾ അതൊരു വലിയ നുണയായുധമായിരുന്നില്ലേ? അത് പൊളിഞ്ഞു പോയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ VD സതീശൻ അവിടെ പോകുന്നത് എന്തുകൊണ്ടാണ്? VD സതീശൻ ഞങ്ങളുടെ പിന്തുണയുണ്ടെന്ന് കാണിക്കാനാണ്. പ്രതിപക്ഷം അധികാരത്തിൽ വന്ന കർണാടകത്തെ മാതൃകയാക്കുമെന്ന് പറയാനാണ്. പ്രതിപക്ഷത്തിന് പറയാനേ പറ്റുള്ളൂ, പ്രതിപക്ഷത്തിന് ഈ ഉത്തരവിടാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആലോചിക്കൂ ശ്രീമതി സ്മൃതി, കഴിഞ്ഞ ദിവസം ഒരു വനിതയുടെ ഒരു വീട്ടമ്മയുടെ അപേക്ഷ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത ഒരു അപേക്ഷ ചവറ്റുകുട്ടിയിൽ നിന്നാണ് കിട്ടിയത്. അപേക്ഷ കൊടുത്തതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയത്. ഇന്ന് വാർത്തയാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഗവൺമെൻറ്, ഒരു വീട്ടമ്മയുടെ അപേക്ഷയോട് ഇത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്ന ഗവൺമെൻറ് ഒരു സമരവുമായിട്ട് സ്ത്രീരംഗങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ അവരോട് വിദ്വേഷം പ്രകടിപ്പിക്കും, ആ സമരം പൊളിക്കാൻ ശ്രമിക്കും. ഇവർ സമരം പൊളിക്കാനല്ല ശ്രമിക്കേണ്ടത്, ഇവർ ചർച്ചയ്ക്ക് തയ്യാറാണ്. അവിടെ വന്നിട്ടുള്ള എല്ലാ ആശാവർക്കർമാരും കോൺഗ്രസ്സുകാരല്ലല്ലോ, അവിടെ വന്നിട്ടുള്ള എല്ലാ ആശാവർക്കർമാരും UDF അല്ലല്ലോ. അതിൽ CPM പ്രവർത്തകരുണ്ട്, നിഷ്പക്ഷപതികളുണ്ട്, മറ്റേ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുണ്ട്. അവരുടെ ആവശ്യം എന്താണെന്നല്ലേ നോക്കേണ്ടത്. ഇതിനു മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റുകൾ എല്ലാവരും ഒരു ഘട്ടം സമരത്തിൽ പെട്ടെന്ന് ഇടപെടാൻ പറ്റില്ല, ഒരു ഘട്ടം കഴിയുമ്പം അതിനൊരു ചർച്ച വയ്ക്കും. അതാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ് പറയുന്നത്. അത് ഇവർക്കില്ലാതെ പോയി. ഇത് പലവട്ടം നമ്മൾ കണ്ടതാണ്. ഇത് ഒരുപാട് കാര്യത്തിൽ കണ്ടു. ഇതിപ്പോൾ റേഷൻ കാർഡിൽ വരാൻ പോവാണ്. എന്ത് ചെയ്യണം? റേഷൻ കാർഡ് വെട്ടിക്കുറയ്ക്കുകയാണ്. അത് എങ്ങനെയാണ് അതിൽ നിന്നും പുറത്തേക്ക് വരേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് അതാ ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെൻറ്റിന് ഒന്നുകിൽ ഗവൺമെൻറ് സംവിധാനം ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ലേസൺ കമ്മിറ്റി സംവിധാനം ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും സാമൂഹ്യക്ഷേമ മന്ത്രിയും അടക്കമുള്ളവർ യോഗം ചേർന്ന് എന്നിവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. ഇതൊന്നുമില്ലാതെ ദിവസവും ഈ പോലീസുകാരെ കൊണ്ട് ഇവരെ മറ്റേ ജലപീരങ്കി ഉപയോഗിച്ച് ഈ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ സമരം ഇനിയിപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കേണ്ടി വരും. പണം കൊടുത്ത് ഇവർക്ക് സമരം പൊളിക്കാൻ പറ്റും. നിരാഹാര സമരത്തിലേക്കാണ് പോകുന്നത്. നിരാഹാര സമരം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒരു സമരമായിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയത്തിൽ മുമ്പ് നടന്ന ചർച്ചയിൽ താങ്കൾ പങ്കെടുത്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ്, അത് അംഗീകരിക്കേണ്ടതാണ് എന്ന്. സമയം എത്ര കടന്നുപോയി, ദിവസങ്ങൾ എത്ര കടന്നുപോയി, 36ാം ദിവസമാണിന്ന്. ഇന്ന് വരെ അത് പരിഹരിച്ചിട്ടില്ല. സർക്കാർ എന്താണ് മുന്നിൽ കാണുന്നത്? സ്മൃതി, അത് ന്യായമാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അവരുടെ പ്രശ്നങ്ങളോട് പരിഹരിക്കുന്നത് മാത്രമല്ല, അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന തുക ദേശവ്യാപകമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിതാപകരമാണ്. അവരുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനേക്കാളും ടഫാണ് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ. അത് ന്യായമായ കാര്യമാണ്, അതിൽ തർക്കമില്ല. അതുവരെ ഒരു ഇടതുപക്ഷ സർക്കാരിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ഒരു വിരോധമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കണം. അതായത് ആരാണ് ഈ സമരത്തിന്റെ പിന്നിൽ? ഇവരെ നയിക്കുന്ന ആരാണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനി ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ പറയാം, ഇത് കോൺഗ്രസിന്റെ BJPയുടെ ഒരു സ്പോൺസേഡ് സമരമാണ്. അത് പറയാം, ആ വാക്ക് ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് എത്രയാണ് ഓണറേറിയം? 1750 രൂപ. ഗുജറാത്തിൽ 2500 രൂപ. ഇനി മധ്യപ്രദേശ് 3000 രൂപ. ഈ സമരപ്പന്തലിറങ്ങി ഐക്യം പ്രഖ്യാപിക്കുകയും അവരോട് വലിയ രീതിയിലുള്ള അനുകമ്പ പ്രഖ്യാപിക്കുകയും പലതവണ ആ വേദികളിൽ ഇന്നുൾപ്പെടെ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കളോട് ഒറ്റ ചോദ്യമുണ്ട്. ഇവർ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് എത്രയും ഓണറേറിയം? കേവലം 1000 രൂപ. അപ്പൊ ഇവരുടെ ആത്മാർത്ഥം എന്താണ്? ഇവര് ഈ പാവപ്പെട്ട ആശാമാരെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു നാടകം കളിച്ച് രാഷ്ട്രീയ നേട്ടത്തിനോട് മാത്രം ഇതാ
ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ആവശ്യത്തിനും അനാവശ്യത്തിനും തെരുവിലിറങ്ങും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, യൂത്ത് ലീഗ് ഉള്ളവർ. ജലപീരങ്കിയുടെ ആഘോഷങ്ങളെല്ലാം കേരളത്തിൽ പതിവായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിൽ സമരം ചെയ്യും ഇവർക്ക് അനുകൂലമായിട്ട്. ഞങ്ങൾ കേരളത്തിനെ സ്തംഭിക്കും. കേരളത്തിലെ എല്ലാ തെരുവുകളിലും ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ സമരത്തിനിറങ്ങുന്നത് ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് പറയാനുള്ള തന്റെ ഇടം കാണിച്ചിട്ടുണ്ടോ? എന്താ കാരണം? കേരളത്തിലെ ജനങ്ങളെ താൽക്കാലികമായിട്ട് വിഡ്ഢികളാക്കിയാൽ സ്ഥിരമായിട്ട് വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല. ഇതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. കേരളത്തിൽ ഇവരിപ്പോൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നോട് സമയമില്ലാത്ത ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവർ പറയുന്നത് സിക്കിമാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത്. സിക്കിം 6000 രൂപ കൊടുക്കുന്നുള്ളവരും സിക്കിം സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് അവര് മെയിൽ കൊടുത്തു. അത് ആരോഗ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി അതിലൊക്കെ ഭയങ്കരം നേരത്തെ ചർച്ചയിൽ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും പറയാം. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നദ്ദ, ആരോഗ്യമന്ത്രി, അദ്ദേഹം പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി. ഒരു പൈസ പോലും കേരളത്തിൽ കൊടുക്കാനില്ല, മുഴുവൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അത് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് സൈറ്റുകളിൽ അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴും കഴിഞ്ഞ ഒറ്റ വർഷം 100 കോടി രൂപ കൊടുക്കാനുണ്ട്. എന്തുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട സഹോദരിമാർ അതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല? ഒരക്ഷരം മിണ്ടുന്നില്ല. സ്മൃതിക്കറിയോ, ഇപ്പൊ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ CITUവിന്റെ നേതൃത്വത്തിൽ ഈ ആശാവർക്കർമാർക്ക് വേണ്ടി സമരം നടത്തുന്നുണ്ട്. UP സർക്കാർ സമരത്തിനിറങ്ങിയിട്ടുണ്ട്, പിരിച്ചുവിടുമെന്ന് അനൗൺസ് ചെയ്തു. UPയിലെ ഒരു കിരാത ഭരണമായതുകൊണ്ട് ആ പാവങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ടില്ല. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ആകപ്പാടെ ഇപ്പൊ ചർച്ചയ്ക്ക് വന്നതുള്ളൂ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പാവങ്ങളെ ഇവർ തൊഴിലെടുക്കുന്നവരായിട്ട് പോലും, അതായത് ഇവരെ ലേബേഴ്സ് ആയിട്ട് പോലും ഇവരെ പരിഗണിക്കുന്നില്ല? അവരെന്ന് പറയുന്നത് അവര് സേവനദാതാക്കളാണ്. അതാണ് എന്തുകൊണ്ട് 10 ലക്ഷം ആശാവർക്കർമാർ രാജ്യത്തുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഓരോ സംസ്ഥാനത്തിലും ആശാവർക്കർമാരുടെ ജോലി വ്യത്യസ്തമാണ്. കേരളത്തിലെ ആശാവർക്കർമാർ എന്തൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതും അവർക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിനോടാണ് എന്നുള്ളതും അവർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊരു വ്യക്തതയായി കഴിഞ്ഞിരിക്കുന്നു. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് വി രാജേഷിലേക്ക് പോകുന്നു. വി രാജേഷ്, കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ പക്ഷേ സമരപന്തലിലേക്ക് വരുമ്പോൾ വലിയ കയ്യടിയാണ്. ഇതാണ് BJPയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. മാത്രമല്ല, സുരേഷ് ഗോപി പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സമയം വേണം. അതെന്താണ്? കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സമയം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരും ചെയ്യാൻ സമയം വേണമെന്ന് ഇവിടെ പറയാമല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ സമരപന്തലിലേക്ക് വരുമ്പോഴേക്കും കയ്യടി ലഭിക്കുന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഞങ്ങൾ കയ്യടി ലഭിക്കാൻ വേണ്ടിയല്ല വരുന്നത്, സ്വാഭാവിക ഒരു സമരത്തിൻ്റെ പ്രതികരണമാണ്. അത് വളരെ സിൻസിയറായിട്ടാണ് ഇടപെടുന്നത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ തന്നെ അവർ ഞങ്ങളെയും വിമർശിക്കാറുണ്ട്, ഞങ്ങളോട് ശക്തമായിട്ട് ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. താങ്കൾ ചോദിച്ചു കേന്ദ്ര സർക്കാരിന് പരിഹരിക്കാൻ സമയം വേണമെന്ന്. ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഒരു രാജ്യത്ത്, ആശാവർക്കർമാരായിട്ടുള്ള ഒരു രാജ്യത്ത്, ഞാൻ പറയട്ടെ, ഒരു സബ് കമ്മിറ്റി വെച്ച് പഠനം നടത്തി ഓരോ സംസ്ഥാനത്തിലെയും പ്രശ്നങ്ങൾ പഠനം നടത്തി അങ്ങനെ മാത്രമേ കേന്ദ്ര സർക്കാരിന് ആ വിഷയത്തിൽ ഡീപ്പായിട്ട് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതിന് പരിമിതമായിട്ടുള്ള മിനിമം സമയം ആവശ്യപ്പെടും. അതിന് മുൻപ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, റെജി ലൂക്കോസ് താമസിച്ചാണ് വന്നതെങ്കിലും കിട്ടിയ സമയം അത്രയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സാർ, താങ്കൾ ഒരു 100 കോടി രൂപയുടെ കണക്ക് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കോ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് ഇന്ത്യയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കൊക്കെ പേരിടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇടില്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ നമുക്ക് 600 കോടി രൂപ ലാപ്സായത്? ആ 600 കോടി രൂപ ലാപ്സായിട്ട് അവസാനം ഗതിയില്ലാതെ വന്നപ്പോഴല്ലേ രാഖി രാമാനം പോയി ആ പേപ്പർ ഒപ്പിട്ട് കൊടുത്തത്? ശരി, മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഒരു പോളിസി, അത് പറഞ്ഞ സമയത്ത് തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പേരിട്ടിരുന്നില്ല 600 കോടി രൂപ കേരളത്തിൽ ലഭിച്ചേനെ. നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യില്ല, ജാട കാണിക്കും. അതിനുശേഷം വാലറ്റം വങ്കിലാവുമ്പോഴേക്കും പോയി ചെന്ന് കാല് പിടിച്ച് സെറ്റിൽ ചെയ്യും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടപ്പാക്കാത്തതിൻ്റെ പേരിലല്ലേ കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ 1 കോടി രൂപ വെച്ചിട്ട് ഒരു സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിന് കിട്ടേണ്ട എത്രയോ കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നടപ്പിലാക്കേണ്ടി വരും. അങ്ങനെ ഏതൊരു പൈസയുമില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് ബോർഡ് വെക്കണം. അത് വീടുകളുടെ കാര്യത്തിലായാലും അതെ, മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. മാനദണ്ഡം എന്ന് പറയുന്നത് ഇത് കേന്ദ്ര സഹായത്തിൽ പണിത വീടാണ് എന്ന് മുന്നിൽ ബോർഡ് വെക്കണം. അവരെ അപഹസിക്കലാണ് എന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. പദ്ധതിയുടെ പേര് വെക്കണം. കേന്ദ്ര സർക്കാരിന്റെ പടമൊന്നും വയ്ക്കേണ്ട സ്മൃതി, ആ പദ്ധതിയുടെ പേര് വയ്ക്കണം. ആ പദ്ധതിയുടെ പേര് വയ്ക്കാൻ എന്താ കുഴപ്പം? ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിയുടെ പേര് വയ്ക്കാൻ എന്താ കുഴപ്പം? വീടിന്റെ മുന്നിൽ അല്ലേ?
അത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ അത് ഓരോ വീടിന്റെ മുന്നിലും എന്തോ ഓരോ വീടിന്റെ മുന്നിലും ഒരു പദ്ധതി ലഭിക്കുമ്പോൾ ആ പദ്ധതിയുടെ പേര് വെക്കണം. അത് ഒരു ഗവൺമെന്റ് പോളിസിയാണ്. ആ പോളിസിയാണ് ചോദ്യം ചെയ്യുന്നത്. ആ പോളിസിയാണ് കേരളം തമിഴ്നാടും ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. അതാണ് കേന്ദ്രത്തിന് കേന്ദ്രത്തിന്റേതായ ന്യായം, കേരളത്തിന് കേരളത്തിന്റേതായ ന്യായം. മിനി 40 സെക്കൻഡ്. നിങ്ങളുടെ സമരം ഇനി നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയാണ്. ആദ്യഘട്ടത്തിൽ നിരാഹാരം ഇരിക്കുന്ന 3 പേരിൽ ഒന്ന് മിനിയാണോ? ഞങ്ങളുടെ സമരസമിതി കൂടി തീരുമാനിക്കുന്നേ ഉള്ളൂ. തീർച്ചയായും ഒരു സംസ്ഥാന നേതാവ് കൂടെ ഉൾപ്പെട്ടതായിരിക്കും അത്. ആശാവർക്കർമാർ ധാരാളം പേർ ഈ നിരാഹാര സമരത്തിന് സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ആദ്യത്തെ 3 പേരെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. ശരി, ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് സമരം ശക്തി പ്രാപിക്കട്ടെ. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എൻ ശ്രീകുമാർ, റിജി ലൂക്കോസ്, വി രാജേഷ്, എസ് മിനി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.